ഇതൊക്കെയാണ് മതം, ഇതാണ് ദീന്, ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ പഠിപ്പിച്ചത്, ഇതാണ് സുന്നത്ത് പഠിപ്പിച്ചത്. ഇതിങ്ങനെ വന്നിട്ട് ശാഫിഈ ഇമാം പറഞ്ഞിട്ടുണ്ടോ? അഹ്മദ് ബിൻ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ ജീവിതത്തിലുണ്ടോ? എനിക്ക് എനിക്ക് റസൂൽ ആരാന്ന് മനസ്സിലായില്ല. ഇതിങ്ങനെ ആളുകളെ ഇതൊക്കെ പറയുമ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ വന്നിട്ട് ഒരുപക്ഷെ പറയും. എന്നാലും ഒക്കെ ശരി തന്നെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞത് മുസ്ലിയാരെ, നിങ്ങൾ വിഷയം മനസ്സിലാക്കിയിട്ടില്ല മുസ്ലിയാരെ. ഞാൻ പറഞ്ഞത് കഫൻ തിന്നുന്നതിനെ കുറിച്ചല്ല, മുടി വിതരണത്തെ കുറിച്ചല്ല, ചോര കുടിച്ചതിനെ കുറിച്ചല്ല, കവത്തിലാക്കിയതിനെ കുറിച്ചല്ല, അതുപോലെ മറ്റേതിനെ കുറിച്ചും അല്ല. ഞാൻ പറഞ്ഞത് വിളിയെ കുറിച്ചാണ്, സഹായം തേടുന്നതിനെ കുറിച്ചും ആണ് കേട്ടോ എന്ന് പറഞ്ഞാലോ. അങ്ങനെ വേണമെങ്കിൽ പറയല്ലോ. വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. എന്തിനാ അതിന്റെ തെളിവ്? യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്. എത്ര തവണ സഹാബത്ത് വിളിച്ചിട്ടുണ്ട്? ആരാധനയായോ വിളിച്ചാൽ? സഹാബത്ത് യാ അല്ലാഹ് വിളിച്ചിട്ടുണ്ട് അല്ലെ? സഹാബത്ത് യാ അല്ലാഹ്. അവിടെ വേറൊരു വിളിയില്ല, യാ അല്ലാഹ് വിളിച്ചിട്ടുണ്ട്. യാ റസൂലല്ലാഹ് വിളിച്ചിട്ടുണ്ട്. യാ അബൂബക്കർ വിളിച്ചിട്ടുണ്ട്. ശിർക്കായി. പിന്നെ വിളിക്കുന്നതിനിടയിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? വിളി പല കോലത്തിലല്ലേ. ഇങ്ങനെ വിളിക്കാൻ പറ്റുമോ, മറ്റേത് വിളിക്കാൻ പറ്റുമോ എന്നതല്ല. ഇപ്പൊ സാധാരണഗതിയിൽ ഹുസൈൻ സലഫി ഇന്നെ വന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ എന്നപ്പോ എന്താ പറയാ? ഫദ്ലുല്ലാ വിളിയാണ്. ഫദ്ലുല്ലാന്നേ വിളിക്കുള്ളൂ, ഒരു വിളിയാണ്. ഇനി ഹുസൈൻ സലഫി മറുപടി പറയാൻ വേണ്ടി വന്നപ്പോ എന്നെ വിളിക്കാറുണ്ട്. എന്നാ മൂപ്പരെ വിളി എങ്ങനെ കാരണം? എന്റെ ഫദ്ലുല്ലാ. ഒരു വിളി തന്നെ എടുത്ത് എന്താ ചെയ്യാ? വിളി പല കോലത്തിലുണ്ട്. അതുകൊണ്ട് ശിർക്കായോ, കുഫ്റായോ? വിളിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തെ വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് പറയാം, പലതും ചോദിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളം ചോദിച്ചിട്ടുണ്ട്, പൈസ ചോദിച്ചിട്ടുണ്ട്, ഇൽമ് തേടിയിട്ടുണ്ട്, നിസ്കാരം പഠിപ്പിച്ചു തരാൻ പറഞ്ഞു, പലതും റസൂലുള്ളാഹിയോട് ആവശ്യപ്പെട്ടു. അത് മാത്രല്ല നമ്മളിപ്പോ അള്ളാഹുവോട്, എന്നാ ഒരു ഉദാഹരണം പറഞ്ഞു, നമ്മളിപ്പോ അള്ളാഹുവോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് അള്ളാഹുവെ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കും. ഒരു ചോദ്യം, സ്വർഗം അള്ളാഹിനോട് നമ്മൾ ചോദിക്കും. എല്ലാം അള്ളാഹിനോട് ചോദിക്കാം, സ്വർഗം അള്ളാഹിനോട് ചോദിക്കും. ഞാൻ സാധാരണ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, ആ സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട റബീഅത്ത് റളിയല്ലാഹു തആല അൻഹു പറയാം, കുൻതു അബീതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫആതീഹി ബിവുളൂഇഹി വഹാജതിഹി. ഞാൻ പ്രവാചകരുടെ കൂടെ രാത്രി താമസിച്ചു. ദീർഘമായൊരു ചരിത്രം. എന്താ എന്റെ പരിപാടി? റസൂലിന് ഒന്നുണ്ടാക്കാനുള്ള വെള്ളം ഇങ്ങനെ ഞാൻ കൊണ്ടേ കൊടുത്തു, റസൂല് നിസ്കരിക്കാൻ വേണ്ടി. വഹാജതിഹി, വസ്ത്രങ്ങളും മറ്റു സാധനങ്ങളൊക്കെ കൊടുത്തു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, സല്ലി, എന്നോട് പറഞ്ഞു, സല്ലി ചോദിച്ചോ, എന്നോട് ചോദിച്ചോ, അള്ളാഹിനോട് ചോദിച്ചോന്നല്ല, എന്നോട് ചോദിച്ചോ, എന്നോട് ചോദിക്ക്. അതെന്താ ചോദിച്ചത്? റബീഅത്ത് റളിയല്ലാഹു അൻഹു അതീവ ബുദ്ധിശാലിയായി, നല്ല ബുദ്ധിയുള്ള സഹാബി. അതുകൊണ്ടൊരു വിസ വേണം, അല്ലെങ്കിൽ കുടുംബ പ്രസാദമൊന്നും അല്ല പറഞ്ഞത്. നബിയെ, ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, ഫഖുൽതു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, സ്വർഗം വേണം, സ്വർഗം എനിക്ക് വേണം. സ്വർഗം കിട്ടിയാൽ മാത്രം പോരാ, ആ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഒരു കൂട്ടുകാരനായി ഞാനും ഉണ്ടാവണം നബിയേ.
ഇവിടെ സ്വർഗ്ഗാണ് ചോദിക്കുന്നത്, റസൂലിനോടാണ് ചോദിക്കുന്നത്, റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. തൗഹീദ് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗ്ഗം ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ഇവരുടെ ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയേണ്ടത്? കൂടെ എന്റെ കൂടെ നടന്നിട്ട് ഇതാ തൗഹീദ് മനസ്സിലാക്കിയിട്ട് സ്വർഗ്ഗോ ഇന്നോടോ ചോദിക്ക്, മുസ്ലിക്കായില്ലേ, ശിർക്ക് ചെയ്തിയില്ലേ, സ്വർഗ്ഗനോട് ചോദിക്കാൻ പറ്റൂല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. എന്ന് റസൂൽ അവഗൈറ ദാലിക, അതല്ലാത്ത വല്ലതും ചോദിക്കുമെന്ന് പറഞ്ഞു. റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഹുവ ദാക, അതന്നെ ചോദിച്ചു. അതന്നെ എന്നാ പിന്നെ റസൂൽ എന്താ പറയേണ്ടത്? എന്നാ പിന്നെ ഞാനൊന്ന് അള്ളാഹിനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്റെ കാര്യം. എന്നാ ഞാൻ അടുത്തനോട് പോയിക്കാണ്ടേ, ബാഹുവേ എന്റെ റബിയൊക്കെ സ്വർഗം കൊടുക്കണേ, എന്റെ റബിയൊക്കെ എന്റെ കൂടെ ഒന്ന് താമസിക്കാനുള്ള അവസരം കൊടുക്കണേ, ഞാൻ അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കാം വരാൻ ആയിക്കോട്ടെ. നീ എന്നൊന്ന് സഹായിക്കണം, സുജൂദ് അധികരിപ്പിച്ച് അള്ളാഹിനെ സഹായിക്കണം എന്നല്ല പറഞ്ഞത്. സ്വർഗം തരാനുള്ള കാരണം ഞാൻ ഏറ്റു, നീ എന്നൊന്ന് സഹായിക്കണം, അല്ലാതെ സ്വർഗം തരൂല എന്ന് പറഞ്ഞിട്ടില്ല. ആ ചോദ്യം ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇപ്പൊ അങ്ങനെ റസൂൽ പറഞ്ഞു നോക്കുക. എന്നാലും സ്വർഗം ചോദിച്ചാൽ നിങ്ങളുടെ ഭാഷയിൽ എന്താ പറയേണ്ടത്? ശിർക്കാണ്, കുഫ്റാണ്. ഇതാണോ നീ തൗഹീദ് മനസ്സിലാക്കിയത്? കടുത്ത ശിർക്കാണ്. നിങ്ങൾ ഇതുവരെ ലാത്തനോടും ഉസ്സനോടും ഒക്കെ സ്വർഗം ചോദിച്ച ആളുകള് ഇന്ന ലാത്തയായിട്ടാണ് കാണുന്നത്. ഞാൻ ബിംബം, ഞാൻ ഉസ്സ, ഞാൻ അല്ലാഹ്, ഞാൻ ആദൈവം. ഇതാ നിങ്ങൾ തൗഹീദ് മനസ്സിലാക്കിയത്? പണിയൊക്കെ ഇതല്ലേ പറയേണ്ടത്? പറഞ്ഞില്ല. ആ തൗഹീദ് ശരിയാണ് ഹബീബന്മാരെ. അപ്പൊ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹായം ചോദിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗം ചോദിച്ചു. അത് ശിർക്കല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഹുസൈൻ സലഫി വിഷയകമായി ഞാൻ നിന്നോട് ചോദിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെച്ച് ശബ്ദം ഉയർത്താൻ പാടില്ല. ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചു. പ്രവാചകരുടെ മുമ്പിൽ വെച്ച് ശബ്ദം ഉയർത്താൻ പാടില്ല, ശബ്ദം താഴ്ത്തണം, ആ രീതിയിൽ ആദരിക്കണം എന്ന് പറഞ്ഞു. ഈ ആദരവ് അതിരുവിട്ട ആദരവാണോ, ആരാധനയാണോ, ശിർക്കായോ? ശിർക്കാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തോ? അല്ലാഹു ശിർക്ക് ചെയ്യാൻ കൽപ്പിച്ചോ? ഇനി ശിർക്കല്ല എന്നാണ് നീ മറുപടി പറയുന്നത് എങ്കിൽ ആദരവിന്റെയും ആരാധനയും വേർതിരിക്കുന്ന മാനദണ്ഡം ഏതാ? അതും പറഞ്ഞെടുക്കും. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആദരവും ആരാധനയൊക്കെ വേർതിരിയുന്ന മാനദണ്ഡം ഏതാ? ഹുസൈൻ സലഫിയോടാണ് ഞാൻ ചോദിക്കുന്നത്. പറ. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കും. നിങ്ങൾ കുറെ കാലായി ആളുകൾ എന്നിട്ട് വട്ടം കറക്കാൻ തുടങ്ങിയിട്ട് ആദരവ്, ആരാധന, ഖുർആന്, സുന്നത്ത്, അത് ഇത് എന്നോട് പറഞ്ഞു. ആദരവ് എന്ന് പറയുമ്പോൾ അത് ആരാധനയാണ്, ആരാധന ആയില്ല എന്ന് പറയുമ്പോൾ അത് ആദരവ് എന്ന് പറയും. ഇത് ഖുർആനല്ലേ എന്ന് പറയുമ്പോൾ ഖുർആൻ അംഗീകരിക്കാന്ന് പറയുമ്പോൾ സുന്നത്തുമാണെന്ന് പറയും. സുന്നത്ത് എന്ന് പറയുമ്പോൾ 14 നൂറ്റാണ്ട് കാലത്തെ അല്ലേ ആ മുസ്ലിം സമുദായം സ്വീകരിച്ച പണ്ഡിതന്മാർ എഴുതി വെച്ച കിതാബുമാണെന്ന് പറയും. എന്നാൽ കിതാബേറ്റ് വരുമ്പോൾ ഖുർആൻ കണ്ടെത്തപ്പെട്ടു പോകും. ഇതങ്ങനെ പരിപാടി. ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. ഞാൻ ഖുർആനും സുന്നത്തും അപ്പൊ കാണാൻ നേരെ ഇങ്ങോട്ട് തഫ്സീറിലേക്ക്, കിതാബുകളിലേക്ക്. ഞാൻ കിതാബ് ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മജീദ് സാധാരണ പറയുന്ന ഒരു ഉദാഹരണം ഉണ്ടായിരുന്നു. ഈ വഹാബിയാളെ പരിപാടിയെക്കുറിച്ച് ആരാധനയിലേക്ക്, ആദരവിലേക്ക്. ഇത് ആദരവാ? അല്ല, ആരാധനയാണ്. ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. എന്നാൽ ഖുർആനും സുന്നത്തും അപ്പൊ കാണാം 14 നൂറ്റാണ്ട് കാലുള്ള ഇമാം ഷാഫി ഇമാമിലേക്ക്, ഹനഫി ഇമാമിലേക്ക്. എന്നാൽ ഷാഫി ഇമാമിനെ ഹനഫി ഇമാമിന്റെ അവിടെ നിൽക്കാം, ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്. കാരണം എന്താ? ഷാഫി ഇമാമും ഹനഫി ഇമാമും പറഞ്ഞ കാര്യം ഖുർആനിന്റെ സുന്നത്തിന്റെ ആ മൂല ദിശയിലെത്ത് പരിശോധിച്ച് ഉരുക്കി അവിടെ നോക്കിയിട്ട് വേണം. അതിന് അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ട്, അവിടെ തന്നെ ഉണ്ടാവുക. ഷാഫി ഇമാം പറഞ്ഞാൽ അത് സ്വീകരിക്കും. അപ്പൊ എന്താ പറയാ? ഖുർആന്റെ സുന്നത്തിന് ഇങ്ങോട്ട് വെച്ചെന്ന് പറയാം. പണ്ട് ഒരാളെ പട്ടാളത്തിലേക്ക് എടുക്കാൻ വേണ്ടി ഇന്റർവ്യൂ നടത്തി. അയാൾക്ക് ആകെ ഇംഗ്ലീഷിൽ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, കം ഹിയർ. അത് മാത്രം അയാൾ പഠിപ്പിച്ചു ഇന്റർവ്യൂവിന് പോയപ്പോ, കം ഹിയർ, ഇങ്ങോട്ട് വരണം. ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ നടത്തി ഒക്കെ. അയാളെ ഇന്റർവ്യൂ നടത്തുന്ന സമയത്ത് നടത്തുന്ന ആള് പറഞ്ഞു അയാളെ ജീപ്പ് എടുക്കാൻ പറ്റാനുള്ള നിരക്ക് കുറച്ച് പട്ടാളക്കാരെ ഇങ്ങനെ ആ റോഡിന്റെ ആ സൈഡിൽ നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ നിൽക്കണം. ഇയാളോട് പറഞ്ഞു അവരെങ്ങോട്ട് വിളിക്കുന്ന, ഇയാൾ ഈ പരിപാടിക്ക് പറ്റുമെന്ന് നോക്കണം, അവരെങ്ങോട്ട് വിളിക്കുക, നിന്റെ ആജ്ഞാശക്തിയോട് അവരോട് വിളിക്കുക. ഇയാൾ ഇവിടെ നിന്നിട്ട് പറഞ്ഞു കം ഹിയർ, ഇങ്ങോട്ട് വരിക.
എല്ലാവരും എന്താ ഇയാളോട് പറഞ്ഞ് അവരോട് അങ്ങോട്ട് പോകാൻ പറയുന്നു. ഈ കേട്ടത് ഇയാൾക്ക് ആകത് മാത്രമല്ല, ഇയാൾ പെട്ടെന്ന് റോഡിന് ആ സൈഡ് നടന്നത് കം ചെയ്യാം കുറച്ച് ഞാൻ എന്താണ് കം ചെയ്യാം എന്ന മാതിരിക്കായി മുജാഹിദീങ്ങൾ ഖുർആനും സുന്നത്തും ഖുർആനും സുന്നത്തും. അപ്പൊ പറയും ഷാഫിമാമ നസീമാവും ഷാഫിമാമ നസീമാവും ഖുർആനും സുന്നത്തും ഖുർആനും സുന്നത്തും ഷാഫിമാമ നസീമാവും. നിങ്ങൾ സാധാരണക്കാരെ വട്ടം കലർത്തുന്ന ഒരു കമ്പനിയല്ലേ നിങ്ങൾ? അല്ലെങ്കിൽ പറ, നിന്റെ പ്രമാണം ഏതാ? ഖുർആനാണോ സുന്നത്താണോ ഷാഫി ഇമാമാണോ ഇബ്നു തൈമിയ്യയാണോ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബാണോ? ഏതാണ് നീ അംഗീകരിക്കുന്ന പ്രമാണമെന്ന് പറ. അത് വെച്ച് നമുക്ക് വിഷയം അവതരിപ്പിക്കാം. അല്ലേ? ആൺകുട്ടിയാണെങ്കിൽ അത് പറയണം. നീ പറ. അവിടെ സുന്നാലോട് ഇങ്ങനെ കുറച്ച് ചോദ്യം ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സലഫിയോട് തിരിച്ച് കുറച്ച് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദ്യം ചോദിക്കാം. സുഖമാണ്. നിന്റെ പ്രമാണം ഏതാ? പറ. ഖുർആനാണോ സുന്നത്താണോ ഷാഫി ഇമാമാണോ ഹനഫി ഇമാമാണോ? ഇവിടെ ആദരവ്, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. അപ്പോ ആദരവ് ഈ രീതിയിൽ ആദരിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കാണെങ്കിൽ അല്ലാഹു ശിർക്ക് പഠിപ്പിച്ചോ? നബി തങ്ങൾ ശിർക്ക് അംഗീകരിച്ചോ? സഹാബത്ത് ശിർക്ക് ചെയ്തോ? അവർ മുശ്രിക്കുകളാണോ? പറ. ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്ക്, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്ക്. ഇനി ശിർക്ക് അല്ല എന്ന് പറഞ്ഞാലും വിടുന്നില്ല. അല്ലെങ്കിൽ എന്തുണ്ട് ശിർക്കായില്ല, ഇത് അതിരുവിട്ട ആദരവായില്ലേ എന്ന ഈ അതിരുവിട്ട ആദരവിന്റെയും സാധാരണ ആദരവിന്റെയും ഇടയിൽ വേർതിരിക്കുന്ന മാനദണ്ഡം ഏതാണ്? പറ. സൈൻ സലഫിയോട് ഞാൻ ചോദിക്കാം. നീ അടുത്ത പ്രസംഗത്തിന് വേണ്ടി വരുമ്പോ പറ. ഈ ആദരവിന്റെയും അതിരുവിട്ട ആദരവ് എന്ന് പറഞ്ഞാൽ പോരാ, ആദരവിന്റെയും ആരാധനയുടെയും ഇടയിലുള്ള വേർതിരിവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്നേഹിക്കാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. നീ വിശദീകരിക്കുന്നില്ല. അനുസരിക്കാൻ പറഞ്ഞു. ഹിജ്റയിൽ പ്രവാചകരെ ലക്ഷ്യമാക്കാൻ പറഞ്ഞു. പ്രവാചകരെ സഹാബികളെ തവസ്സുലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിതരണം നടത്തി. അതുപോലെ തന്നെ തുപ്പുമ്പോൾ സഹാബത്ത് കൈ നീട്ടി പ്രവാചകരുടെ പാത ചുംബനം നടത്തി. ഇതൊക്കെ ചെയ്തു. ഇതൊക്കെ ആദരവാണോ? അല്ല, അതിരുവിട്ട ആദരവാണോ? അതിരുവിട്ട ആദരവാണെങ്കിൽ ആരാധനയല്ലേ, ശിർക്കല്ലേ? നബി തങ്ങളത് ചെയ്തോ? അല്ലാഹു അത് അംഗീകരിച്ചോ? സഹാബത്ത് അത് പ്രവർത്തിച്ചോ? ഇനി അല്ല, നീ പറയുകയാണ് ആദരവാണ്, എന്നാ പിന്നെ ആദരവിന്റെയും ആരാധനയുടെയും ഇടയിലുള്ള ആ വേർതിരിവെന്താണ്? ആ വേർതിരിക്കാനുള്ള മാനദണ്ഡം. ഇതൊക്കെ ബഹുമാനത്തിന്റെ മുഖങ്ങളാണ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊന്നും ശിർക്കല്ല. ഇതൊന്നും ശിർക്കല്ല. പിന്നെന്താ പറയാ? വിളിക്കൽ ശിർക്കാണ്. അതെന്താ? അതെ, അതിരുവിട്ട ആദരവാണ്. സഹായം ചോദിക്കൽ ശിർക്കാണ്. അതെ, അതിരുവിട്ട ആദരവാണ്. തലന്റെ ഉള്ളില് കുറഞ്ഞ തലച്ചോറിനെ നിങ്ങൾ ആലോചിക്കാം. ഈ പറഞ്ഞ വിഷയങ്ങൾ, ഞാൻ ഈ പറഞ്ഞ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും രക്തം കുടിച്ചതിന്റെയും അതുപോലെ മുടിയെ ബഹുമാനിച്ചതിന്റെയും പാദചുംബനം നടത്തിയതിന്റെയും എന്ന് വേണ്ട ഏറ്റവും സുപ്രധാനമായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുജൂദ് ചെയ്ത ആ സംഭവത്തെയും നിങ്ങളുടെ മനസ്സിൽ വെച്ച് നിങ്ങളോട് ചോദിക്കാൻ ഹുസൈൻ സലഫിയോട് ഞാൻ ചോദിക്കുന്നു, ഇതെങ്ങനെ? ഇതാണോ ആദരവിന്റെ പരമമായ രൂപം? ബഹുമാനപ്പെട്ട അംസുസ്താദ്, ഞാൻ അംസുസ്താദിന്റെ മുമ്പ് പാസ്താങ്ങം നൽകി അല്ലേ? അതാണ് ആദരവിന്റെ പരമമായ രൂപം. ഞാൻ അംസുസ്താദിന്റെ പാത ചിന്തിച്ചു. നിങ്ങൾക്ക് പറയാം അതിര് കടന്ന ആദരവാണ്. ഞാൻ അംസുസ്താദിന്റെ മുടി സ്വീകരിച്ച് ബർക്കത്തെടുത്തു. നിങ്ങൾക്ക് പറയാം അതിര് കടന്ന് ആദരവാണ് എന്ന്. ഞാൻ അംസുസ്താദിന്റെ മുമ്പിൽ തലകൊണിച്ചു നിന്നു. നിങ്ങൾക്ക് പറയാം അത് അതിര് കടന്ന് ആദരവാണ് എന്ന്. ഹംസ ഉസ്താദിന്റെ ശബ്ദത്തെക്കാളും എന്റെ ശബ്ദം ഉയരാൻ പാടില്ല എന്ന് കരുതി വല്ല വർത്തമാനം പറഞ്ഞു. നിങ്ങൾക്ക് പറയാം ആദരവാണ് അഥവാ അതിര് കടന്ന ആദരവാണ് എന്ന് പറയാം അല്ലേ? ഇനി അതേ സമയത്ത് ഞാൻ പറയണം ഹംസുസ്താദ് അത് ആദരവാ, അത് ബഹുമാന. നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, ഇതൊന്നും ശിർക്കല്ല. പിന്നെ ഉസ്താദേന്ന് വിളിക്കാം, അതാപ്പോ ആദരവിന്റെ പരമമായ മുഖം. സുജൂദ് ചെയ്യൽ ശിർക്കല്ല, ഉസ്താദേന്ന് വിളിക്കൽ എങ്ങനെ ശിർക്കാകുക? ഹുസൈൻ സലഫി നീ വന്ന് വിശദീകരിക്ക്. സുജൂദ് ചെയ്യൽ ശിർക്കല്ല, വിളി ശിർക്കാണ്. സുജൂദ് ചെയ്യൽ ശിർക്കല്ല, വിളി ശിർക്കാണ്. പാദം ചുംബിക്കൽ ശിർക്കല്ല, വിളി ശിർക്കാണ്. രക്തം കുടിക്കൽ